ഇത് കമ്പ് പുട്ടാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ കമ്പ് പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് മാത്രമേ ഉള്ളൂ, 100% മില്ലറ്റാണ്. നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു പേരാണ് മില്ലറ്റ്സ്, അതായത് ചെറുധാന്യങ്ങൾ. മില്ലറ്റ്സ് ഉണ്ടാക്കുന്ന കൊച്ചിയിലെ പൂക്കാട്ടുപടിയിലെ ഒരു സ്ഥാപനത്തിലാണ് നമ്മളിന്നുള്ളത്. സോജസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടെ മില്ലറ്റ്സ് ഉണ്ടാക്കുന്ന രീതിയും മില്ലറ്റ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഇവിടെ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഇവർക്കുള്ളത് എന്നുമൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു വരാം. സോജസിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയലാണ്. സോജസ് എന്നുള്ള ബ്രാൻഡ് നെയിം തന്നെ വന്നിരിക്കുന്നത് ആ ഓജസ് എന്നുള്ളതിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. സോജസിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളായ വിദ്യ മാഡമാണ്. അപ്പം വിദ്യ മാഡം ഒപ്പം പ്രീതി എന്ന് മറ്റൊരു മാഡവും കൂടിയുണ്ട്. അപ്പം മാഡം ഇവിടെ ഇല്ല, മാഡം വിദേശത്താണ്. അപ്പം വിദ്യ മാഡം നമുക്കൊപ്പം ഉണ്ട്. മാഡം ഇതിൻ്റെ സോജസിൻ്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, എത്ര പ്രോഡക്റ്റ്സ് ഉണ്ട്, അങ്ങനെ ഈ സോജസുമായിട്ട് ബന്ധപ്പെട്ട് മില്ലറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരും. നമസ്കാരം മാഡം. നമസ്കാരം. എന്നാണ് ഈ ഒരു സോജസ് എന്ന പേരിലൊരു മില്ലറ്റ് ഫാക്ടറി തുടങ്ങുന്നത്? നമ്മൾ തുടങ്ങിയിട്ട് 2021 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണത്. അതിൻ്റെ മുമ്പ് നമ്മൾ ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പരീക്ഷണങ്ങളും എല്ലാം നടത്തിയിട്ടാണ് നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തത്. അതേപോലെ തന്നെ കമ്പനിയുടെ പേര് റിറ്റേസ്റ്റ് LLP എന്നാണ്. നമ്മൾ 2 ബ്രാൻഡ് ഉണ്ട്. ഒന്ന് സോജസ് ഫാംസ് എന്നും പറയും, മോങ്സ് മിൽ എന്ന് പറഞ്ഞിട്ടും കുറച്ച് പ്രൊഡക്റ്റുകൾ ആ ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ള കാര്യം എന്തായിരുന്നു? അപ്പോൾ മാർക്കറ്റിലുള്ള ഫുഡിൻ്റെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ നല്ല ഫുഡ് കൊടുക്കാം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ജാക്ക് ഫ്രൂട്ടിൽ കുറച്ച് ചെയ്തു നോക്കി, പിന്നെ ജാക്ക് ഫ്രൂട്ട് മില്ലറ്റ് വെച്ച് ചെയ്തു നോക്കി. അപ്പോഴാണ് മില്ലറ്റിനെ പറ്റി കൂടുതൽ മനസ്സിലായതും. അപ്പോൾ മില്ലറ്റിൻ്റെ ഫ്യൂച്ചർ ഇനി ഒരു 2021 ശേഷം വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലായപ്പോൾ നമ്മൾ മില്ലറ്റിൽ നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് മില്ലറ്റിൻ്റെ ഒരു 6-7 പ്രൊഡക്റ്റുകൾ ആദ്യം ഇറക്കി. അതപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ ഒരു വീടുകളിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദോശ, പുട്ട്, ഉപ്മാവ് ആ ഒരു ഐറ്റത്തിലാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ട്രെൻഡ് വെച്ചിട്ട് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് റെഡി ടു ഈറ്റിലേക്കും കൂടി, മറ്റേത് റെഡി ടു കുക്കാണ്, പിന്നെ റെഡി ടു ഈറ്റിലേക്കും കൂടി നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഗി വിത്ത് ജാഗരി കോമ്പിനേഷനിൽ മാംഗോ ഫ്ലേവറും ഒരു ഐറ്റം, അതേപോലെ രാഗി ജാഗരി കോമ്പിനേഷനിൽ ഡേറ്റ്സ് എക്സ്ട്രാക്റ്റും ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു 2 ഐറ്റം കൊണ്ടുവന്നു. അത് ശരിക്കും നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ സാമ്പിൾസ് എല്ലാം കൊടുത്തിട്ടും നമ്മളിപ്പോൾ അത് മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും അവൈലബിളുമാണ്. ഈ 2021 തുടങ്ങുമ്പോൾ നമുക്ക് എത്ര പ്രോഡക്റ്റ്സുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്? നമ്മൾ 2021 ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മറ്റേ റെഡി ടു കുക്ക് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ ദോശ, പുട്ട്, ഉപ്മാവ്, അങ്ങനെ ഒരു 7 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. 3 വർഷം പിന്നിടുമ്പോൾ നമുക്കിപ്പോൾ എത്ര പ്രോഡക്റ്റ്സ് ഉണ്ട്? ഇപ്പോൾ നിലവിൽ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ നമ്മൾ 16 പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു 33 പ്രൊഡക്ട്സ് വരെ എത്തിയിരുന്നു. നോൺ മില്ലറ്റ്സ് ഐറ്റംസ് നമ്മൾ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും മാർക്കറ്റിലത്തെ എല്ലാം കൂടിയിട്ട് ഒരു
സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് വന്നപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ഔട്ട്സോഴ്സ് ചെയ്യണ പ്രൊഡക്റ്റ് നിർത്തിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ 16 പ്രൊഡക്ട്സിലേക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്യാണ് ചെയ്തത്. ഈ 3 വർഷം കൊണ്ട് ആളുകൾ എങ്ങനെയാണ് മൊത്തം ഈ മില്ലറ്റ്സിനെ, സോജസിനെ മാത്രമല്ല മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഫുഡിനെ ആളുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവർ കൂടുതൽ അവെയർ ആയോ ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച്? ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഈ മില്ലറ്റ്സ് എന്താന്നുള്ളത് പോലും അറിയാതെയാണ് ആൾക്കാർ നമ്മളെ വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും ചെയ്യാം, മില്ലറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടുതൽ അറിയാം. കാരണം 2023 ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളിലൊക്കെ കേന്ദ്രീകരിച്ച് കുറേ പ്രൊജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ഈവൻ അത് ചെറിയ LP സെക്ഷനിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ LP സെക്ഷനിൽ എന്തായാലും വീട്ടിലത്തെ പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടിലും ആ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ട് മില്ലറ്റ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരുടെ അവയർനെസ് കൂടുന്നുണ്ട്, ആൾക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് അവർ നമ്മളോട് വിളിച്ചിട്ട് മില്ലറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഡയറക്റ്റ് സെയിൽ കൂടി വരുന്നുണ്ട് ഓരോ മാസം. ഈവൻ ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട് ചിലരോട് മില്ലറ്റ് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കോൾസ് നമുക്ക് വരുന്നുണ്ട്. സോജസ് മില്ലറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സോജസിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ മെറ്റീരിയലാണ്. കാരണം അത് നമ്മൾ ട്രൈബൽ ഏരിയയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രൈബൽ ഏരിയയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൃഷി രീതിയും എല്ലാം അവർക്ക് അത്രയും നമുക്ക് ആ ഒരു പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാതെയാണ് അവരത് ചെയ്യുന്നത്. ജൈവമാണ്. അപ്പോൾ അത് 100% നമുക്ക് ഉറപ്പിക്കാം അതിൽ പെസ്റ്റിസൈഡ്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീനെയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് അഷുറൻസ്. പിന്നെ ഉള്ളത് നമുക്കിപ്പോൾ സോജസ് എന്നുള്ള ബ്രാൻഡ് നെയിം തന്നെ വന്നിരിക്കുന്നത് ആ ഓജസ് എന്നുള്ളതിൻ്റെ ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ് സോജസ് എന്നുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോജസ് ഫാംസ് എന്നുള്ളത് നമ്മൾ ചെയ്യാൻ കാരണം. പിന്നെ ഈ എല്ലാത്തിലും നമ്മൾ ഇങ്ങനെ ഒരു സ്കാൻ കോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സ്പെഷ്യലായിട്ട്. ഈ റോ മെറ്റീരിയൽസ് എല്ലാ പ്രോഡക്ട്സിനുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണോ? നമ്മുടെ പ്രോഡക്ട്സിനുള്ള റോ മെറ്റീരിയൽസ് എല്ലാം നാട്ടിൽ തന്നെ കിട്ടുന്നതാണോ? ഇല്ല, നമ്മളുടെ ഇപ്പോൾ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ കേരളത്തിൽ നിന്നല്ല. നമ്മളിപ്പോൾ ട്രൈബൽ ഏരിയ എന്ന് പറഞ്ഞത് വൈശാഖ്, ആന്ധ്ര ആ സൈഡിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത് റോ മെറ്റീരിയൽ. ഇപ്പോൾ മില്ലറ്റ്സ് ആയതുകൊണ്ട് ഇപ്പോൾ പാലക്കാട്, അട്ടപ്പാടി ഇതിലാണ് ആകെ ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ തുടങ്ങുന്ന സമയത്ത് അവിടെ കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് മുതലേ നമ്മൾ കംപ്ലീറ്റ് ആ കർണാടക ബോർഡർ എല്ലാം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ ട്രൈബൽ ഏരിയ ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഒരു റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കും, ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ സ്റ്റോറിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജാണത്. അപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് വാഷറാണ്, അപ്പോൾ മില്ലറ്റ് വാഷറായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈ ചെയ്തിട്ടാണ് അടുത്തത് പോകുക. അത് ദോശയാണെങ്കിൽ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ പൊടിക്കുക ചെയ്യുക, അല്ല പുട്ടാണെങ്കിൽ ട്രെയിൽ വെച്ചിട്ട് ഇവിടെ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഓരോന്നിനും ഇത്ര മണിക്കൂർ എന്നുള്ളൊരു സ്റ്റീം ചെയ്യണ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രേകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണക്കിയെടുക്കും. അത് ഉണക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് പൾവറൈസ് ചെയ്യുക. പിന്നെ ഇതിവിടെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊടി നമ്മൾ വീണ്ടും ആ ഒരു നമ്മളുടെ ഷെൽഫ് ലൈഫ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നെക്സ്റ്റ് റോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് റോസ്റ്റർ. അപ്പോൾ നമ്മൾ പൊടിച്ചു കഴിഞ്ഞാൽ പൊടി ഇതിലിട്ട് കഴിഞ്ഞിട്ട് അത് റോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനും ഓരോ പ്രൊഡക്റ്റ്, ഇപ്പോൾ പുട്ടാവുമ്പോഴും ദോശയാവുമ്പോഴും ഇത്ര ടൈം എന്നുള്ളതുണ്ട്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതായോ ആയില്ലേ എന്നുള്ളത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ ട്രേയിലിട്ടിട്ട് അത് അതിൻ്റെ ആ ചൂട് പോകുന്ന വരെ നമ്മളത് ട്രേയിലിടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഫോക്സ് ടെയിലാണ്. അപ്പോൾ അത് ഇന്നലെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഉണക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രേയിലിട്ട് ഉണക്കി കഴിഞ്ഞ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഒരു ഒന്നും കൂടി നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരേ തരത്തിലുള്ള പൊടി നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് ജസ്റ്റ് ഒന്ന് തരിച്ചെടുക്കുകയാണ്, അരിപ്പ പോലുള്ള ഇതിൽ വെച്ചിട്ട് നമ്മളത് സീവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാക്കിംഗ് സെക്ഷനിലേക്ക് ഈ പൊടി പോവും. എന്നിട്ട് പിന്നെ പാക്കിംഗ് ഇത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈനാണ് പ്രൊഡക്ഷൻ യൂണിറ്റായിട്ട് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ പാക്കിംഗ് സെക്ഷനാണുള്ളത്. ഇപ്പോൾ പാക്കിംഗ് സെക്ഷനാണത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ഗ്രാം വെച്ചിട്ട് ഇതാക്കിയതിൻ്റെ ശേഷം നമ്മളത് സീൽ ചെയ്തിട്ട്
ഇതുവഴി സീൽ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പിന്നെ കാർട്ടൺ ബോക്സിലേക്ക് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാണ് ചെയ്യുക. ഇതൊക്കെ എവിടേക്കെങ്കിലും ഉള്ളതാണോ? ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഈ മാസമായിട്ട് ഖത്തറിലേക്കും ദുബായിലേക്കും നമുക്ക് വിടണം. അപ്പോൾ ഇതിപ്പോൾ ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഖത്തറിലേക്കുള്ളതാണല്ലേ? ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് നമുക്ക് എക്സ്പോർട്ട് ഉള്ളത്? നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു 2 മാസം മുമ്പ് കുവൈറ്റിലേക്ക് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ നമ്മൾ നമുക്കിപ്പോൾ ഈ ഫാക്ടറി സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വൈറ്റ് ലേബിളിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ US-ലേക്കും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ പോകുന്നുണ്ട്. നമുക്ക് ദോശ 4 ടൈപ്പാണുള്ളത്. അപ്പോൾ നമ്മൾ റാഗി എന്തായാലും വേണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നു. കാരണം കേരളത്തിൽ എന്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റാഗി വെച്ചിട്ടാണ് ആ മില്ലറ്റിന് ഒരു കണക്ഷൻ നമുക്ക് കസ്റ്റമേഴ്സിന് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് റാഗിയുടെ ഒരു ദോശ ഉണ്ട്. അപ്പോൾ അതേപോലെ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോശയും ഉഴുന്നും ഉലുവയും കൂടിയിട്ടുള്ളൊരു ദോശ പൗഡറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കലക്ക ഉണ്ടാക്കുക, അത്രേ വേണ്ടൂ. പിന്നെ ദോശ ഉള്ളത് മണിച്ചോളത്തിൻ്റെ ദോശയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെനയുടെ ദോശ ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ച് പരിപ്പുകളൊക്കെ ഇട്ടിട്ടൊരു 7-10 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ദോശയാണ് ന്യൂട്രി ദോശ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബേസ് കൊടുത്തിരിക്കുന്നത് മണിച്ചോളാണ്. പിന്നെ 4 ദോശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത് പുട്ടിൻ്റെ പ്രൊഡക്റ്റുകളാണ്. 2 തരം പുട്ടുള്ളത്. ഇത് കമ്പ് പുട്ടാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ കമ്പ് പുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് മാത്രമേ ഉള്ളൂ. 100% മില്ലറ്റാണ്. വേറെ അരിയോ ഗോതമ്പോ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അത് ഈവൻ ദോശയിലായാലും ഏതെങ്കിലും ഒരു മില്ലറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മില്ലറ്റ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഉഴുന്നും ഉലുവയും ആഡ് ചെയ്യുക. പിന്നെ ഉള്ളത് സ്വർഗം പുട്ടാണ്, മണിച്ചോളം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉപ്മാവാണുള്ളത്. നമ്മളുടെ അടുത്ത് ഉപ്മാവ് മണിച്ചോളത്തിൻ്റെ ഉപ്മാവാണുള്ളത്. അത് ശരിക്കും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ റവ, നമ്മളിപ്പോൾ ഗോതമ്പിൻ്റെ റവ ഉള്ള പോലെ തന്നെ മില്ലറ്റിൻ്റെ റവയാണത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സാധാ നിങ്ങൾ റവ ചെയ്യുന്ന പോലെ തന്നെ ഉപ്മാവ് ഉണ്ടാക്കാം. പിന്നെ നമ്മളുടെ റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ്. ഇത് മാംഗോ ഫ്ലേവറാണ്. റാഗി ജാഗിരി വിത്തിട്ട് പിന്നെ മാംഗോ ഫ്ലേവർ കൊടുത്തിരിക്കുക. ഇതിൽ ആർട്ടിഫിഷ്യലായിട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ നാച്ചുറൽ ഫ്ലേവറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യാനുള്ളതാണ് ഇതാണ് ഡേറ്റ്സിൽ നമ്മൾ ഫ്ലേവറിനെക്കാട്ടിലും നമ്മൾ ഡേറ്റ്സിൻ്റെ എക്സ്ട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ലേഡീസൊക്കെ വിളിക്കുമ്പോൾ ഫ്ലേക്സ് വേണമെന്ന് പറയുമ്പോൾ നമ്മളത് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഡേറ്റ്സും കൂടി ആവുമ്പോൾ റാഗി ജാഗിരി വിത്ത് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യാറ്. പിന്നെ അവിലുണ്ട്, മണിച്ചോളത്തിൻ്റെ അവിലാണുള്ളത്. അപ്പോൾ ഈ അവിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിൽ യൂസ് ചെയ്യണ പോലെയാണ് കസ്റ്റമേഴ്സിനോട് പറയാറ്. ഒന്ന്, നമുക്ക് സാധാ അവിൽ നമ്മൾ അരിയുടെ അവിൽ ചെയ്യുന്ന പോലെ നനച്ചിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ശർക്കര ഇട്ടിട്ട് പഴം ഇട്ടിട്ട് എങ്ങനെയാ വെച്ചാൽ കഴിക്കാം, തേങ്ങയോ എങ്ങനെയാ വെച്ചാൽ. അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് പാലിൽ തിളപ്പിച്ചിട്ട് ഓട്സ് പോലെയും കഴിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് നല്ല ഫീഡ്ബാക്കും വരുന്നുണ്ട്. കാരണം അവരങ്ങനെ ട്രൈ ചെയ്തിട്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഗ്രെയിൻസ് ആണ്. നമ്മൾ ആദ്യം ഗ്രെയിൻസ് ചെയ്തിരുന്നില്ല, നമ്മുടെ പ്രൊഡക്ഷന് മാത്രമേ ചെയ്തിരുന്നത്. പക്ഷേ പിന്നെ എൻക്വയറീസ് വരാൻ തുടങ്ങി, ഗ്രെയിൻസിന് നല്ല മൂവ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ 4 തരം പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 5 തരത്തിൽ നിന്ന് 4 തരം ഗ്രെയിൻസ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തുടങ്ങുകയാണ് ചെയ്തത്. പിന്നെ അടുത്തത് നമ്മൾ ഒരു നോൺ മില്ലറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് നമ്മളുടെ അടുത്ത്. ഇതൊരു ന്യൂട്രി 360 ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ പ്രോട്ടീൻ, വിറ്റമിൻ, സിങ്ക്, അയേൺ എല്ലാ ന്യൂട്രീഷണൽ ഫാക്റ്റും അടങ്ങിയിട്ട് ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് എങ്ങനെ നമുക്ക് അയാൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ റേഷ്യോ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിനും കഴിക്കാം. ഇത് പിന്നെ ഉള്ളത് സൂപ്പാണ്. സൂപ്പ് പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ടുള്ള സൂപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും പ്ലാന്റ് പ്രോട്ടീൻ വെച്ചിട്ടാണ് ഇത് നമ്മളും ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ സാധാരണ ജിമ്മിൽ പോണവർക്കൊക്കെ ഉള്ള പ്രോട്ടീനാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുക. പക്ഷേ ഈ സാധാരണക്കാർക്കുള്ള പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ അതിന് ഒരു കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ അടുത്ത് എന്താ വെച്ചാൽ നമുക്ക് ചില പ്രൊഡക്ട്സ് നമുക്ക് ഓൾറെഡി ജാഗിരി ഉള്ള കാരണം നമ്മൾ ആ ഒരു ജാഗിരി നല്ല രീതിയിൽ കിട്ടിയപ്പോൾ നമ്മൾ ജാഗിരിയും നമ്മൾ പൗഡറായിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ 16 പ്രൊഡക്ട്സ് വരിക. ലിറ്റിൽ മില്ലറ്റ് ഗ്രെയിൻസ് ഉണ്ട്, കോഡോ മില്ലറ്റ് ഗ്രെയിൻസ് ഉണ്ട്, ബാനിയാർഡ് ഉണ്ട്, അതേപോലെ ഫോക്സ് ടെയിലും ഉണ്ട്. ഇതാണ് 4 പോസിറ്റീവ് മില്ലറ്റ്സ് ഗ്രെയിൻസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ഉള്ളത്. ഈ കിറ്റിൽ എന്തൊക്കെയുള്ളത്? ഇത് 5 പാക്കറ്റ്സ് ആണുള്ളത്. ഒരു ദോശ, ഒരു പുട്ട്, ഒരു ഉപ്മാവ്, ഒരു അവിൽ, പിന്നെ ഒരു റെഡി ടു ഈറ്റ് ആയിട്ട് മാംഗോ അല്ലെങ്കിൽ ഡേറ്റ്സ് ഏതാച്ചാൽ
പിന്നെ ഇത് കിറ്റ് ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ചിലവർക്ക് ഇതിപ്പോൾ വേണ്ട, വയസ്സായവരാണെങ്കിൽ ചിലപ്പോൾ പറയും ഇന്നത് വേണ്ട, ഞങ്ങൾക്ക് ഇന്നത് മതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടും കൊടുക്കും. ചിലവർക്ക് പുട്ട് പറ്റില്ല, അപ്പോൾ അങ്ങനെ വെച്ചാൽ 2 ദോശ വെച്ചിട്ട് അതെങ്ങനെ വെച്ചാൽ അവരുടെ ഒരു ഇതായിട്ട് 5 എണ്ണം ഉണ്ടാവും. ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടൊക്കെ നമുക്ക് വിളിക്കുന്നവർ അവർക്ക് മില്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷെ അവർ മില്ലറ്റ് ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റാവും വാങ്ങാം. പക്ഷെ മില്ലറ്റിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയതുകൊണ്ട് ആ പാക്കറ്റ് ഏതാ വെച്ചാൽ ആ മില്ലറ്റ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അവരത് അവിടെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായപ്പോഴാണ് ഡിഫറെൻറ്റ് മില്ലറ്റ്സിൻ്റെ, ഇപ്പോൾ രാഗി ദോശയെ കൊടുക്കണമെങ്കിൽ നമ്മൾ കമ്പ് പുട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ വെച്ചാൽ മണിച്ചോളത്തിൻ്റെ ഉപ്മാവ് കൊടുക്കും. അപ്പോൾ തന്നെ അവിടെ ഒരു 3 വെറൈറ്റി വന്നു. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു മാസം ഒരാൾക്ക് യൂസ് ചെയ്യുന്ന വിധത്തിൽ ഉള്ളൊരു കിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല സക്സസ് ആയി വരുന്നുണ്ട്. ഇ കൊമേഴ്സ് സൈറ്റുകൾ വഴി നമുക്ക് കച്ചവടം ഉണ്ടോ? നമ്മളിപ്പോൾ ആമസോൺ വഴി നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇ കൊമേഴ്സിൻ്റെ കുറേ ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ കുറേ ഇ കൊമേഴ്സ് കമ്പനീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നിന്നും ഓർഡേഴ്സ് വരും. കേരളത്തിൽ ഇവിടെ ഏതൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടോ? നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം ഒക്കെ ഉണ്ട്. എറണാകുളം പിന്നെ നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വയനാട്ടിൽ മാത്രമേ നമ്മൾ എത്താത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രൊഡക്ട്സുകളുണ്ട്. ഒരു ട്രാൻസ്പെറൻറ്റ് പാക്കറ്റിൽ നമ്മൾ 500 ഗ്രാമിൻ്റെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ റീസെയിലിന് എൻക്വയറീസ് വരാറുണ്ട്. അവരുടെ ബ്രാൻഡ് അവർക്ക് ഓൾറെഡി വേറെ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ മില്ലറ്റ് അവർക്ക് ഇപ്പോൾ അത് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവരുടെ ബ്രാൻഡിൽ കൊടുക്കുന്ന വിധത്തിൽ. പക്ഷേ നമ്മളുടെ എന്താ വെച്ചാൽ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഫൈനൽ രൂപത്തിൽ പാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അതിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തത് പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ അവർക്ക് ജസ്റ്റ് അവരുടെ ഒരു ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി, വേറെ ഒരു ചിലവും വരില്ല. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ബ്രാൻഡാവും. അവരുടെ ബ്രാൻഡായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോജസിൻ്റെ ഇനിയും അടുത്ത ഒരു ഘട്ടം എന്താണ്? അടുത്തൊരു പ്രോഡക്റ്റ് നമ്മളുടെ ഇത് ശരിക്കും ഒരു മില്ലറ്റ് കമ്പനി എന്നുള്ളതല്ല സോജസ് ഫാംസ് മോങ്സ് മില്ല് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹെൽത്ത് പ്രൊഡക്ട്സ് നമ്മൾ പരമാവധി വെറൈറ്റീസ് ഓഫ് രൂപത്തിൽ കൊണ്ടുവന്നിട്ട് കസ്റ്റമേഴ്സിനെ ഫ്രണ്ട്ലി സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ. അപ്പോൾ എല്ലാം മില്ലറ്റ്സ് വെച്ചിട്ടാവില്ല നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞു ന്യൂട്രി 360 നമ്മൾ ഡ്രിങ്ക് അതിൽ മില്ലറ്റ്സ് ഇല്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ വീണ്ടും പ്രോട്ടീൻ കുറച്ചും കൂടിയും കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് രൂപത്തിൽ നമ്മൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ ഇത് കൊടുത്തിട്ട് ഓർഡേഴ്സ് തന്നെ എക്സ്പോർട്ട് ഇതിൽ വരാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ POയിൽ വരെ അത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വെറൈറ്റീസ് ഓഫ് ഇതായിരിക്കും അധികം ഹെൽത്ത് സ്നാക്സ് എന്നൊക്കെ ഉള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിന് മാഡവും അതുപോലെ പ്രീത എന്ന് പറയുന്ന പ്രീതി എന്ന് പറയുന്ന സഹ പാർട്ണറും നിങ്ങൾ വനിതാ സംരംഭകരാണല്ലോ. ഒരു വനിതാ സംരംഭകർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ട്. വുമൺ എൻ്റർപ്രണേഴ്സിന് പ്രത്യേക സബ്സിഡിയും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോൺ ആയാലും അതെ. നമുക്ക് ഇത് തുടങ്ങിയിട്ട് ഒരു 6 months കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് കിട്ടിയത്. അത് ഈ വുമൺ എൻ്റർപ്രണർ ആയതുകൊണ്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വിത്ത് SFICയുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ അതിൻ്റെ സബ്സിഡി നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ തലത്തിലുള്ളൊരു റഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, ഇന്നോവേഷൻ ഉള്ള ഒരു അവാർഡാണ്. അപ്പോൾ ആ അവാർഡും നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ രാഗി വിത്ത് ജാഗിരി വെച്ചിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ഒരു സ്നാക്സ് ഐറ്റത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ് നമുക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയ സപ്പോർട്ടുകൾ. അജയ്യാണ് ഇവിടെ കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അജയ് ഞങ്ങൾ ആദ്യം ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ മുതലേ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. ആദ്യം ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചതും അജയ്യാണ്. അപ്പം താങ്ക് യു. ഇതിൽ നമ്മളുടെ യെല്ലോ പാക്ക് ഏതൊരു പാക്കറ്റും ഇറങ്ങുമ്പോൾ അതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് വരുന്നത് അജയുടെ ഭാഗത്തു നിന്നാണ്. അത് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ, ആരാണ് ചെയ്തത് എന്നുള്ളത് ചോദിക്കാറുണ്ട്.
നമ്മളൊരു മില്ലറ്റ് ഫാക്ടറി എന്ന നിലയ്ക്ക് ഒരു ആമുഖം തന്നാണ് അകത്തേക്ക് വന്നത്. ഇവിടെ വന്ന് വിദ്യ മാഡം പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് നമുക്ക് ഏതാണ്ട് 16 പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് ഓരോന്നായി പരിചയപ്പെടുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കേവലം ഒരു മില്ലറ്റ് ഫാക്ടറി മാത്രമല്ല, ഹെൽത്ത് ഫുഡിൻ്റെ ഒരു സങ്കേതമാണ് സോജസ്. സോജസിനും വിദ്യ മാഡത്തിനും പ്രീതി മാഡത്തിനും ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും എല്ലാ ആശംസകളും നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.